ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ നോവലുകളിൽ നിന്ന് ഫ്രഞ്ച് സാഹിത്യകാരനായ ജൂൾസ് വേണിൻ്റെ എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് അഥവാ 80 നാൾ കൊണ്ട് ഭൂമിക്ക് ചുറ്റും എന്ന സസ്പെൻസ് ത്രില്ലർ നോവലിൻ്റെ രണ്ടാം ഭാഗം. ലോകം ചുറ്റി വരാനോ? ഫിക്സ് അല്പം ഉറക്കെ തന്നെ ചോദിച്ചു. അതെ, അതും 80 ദിവസത്തിനുള്ളിൽ. അദ്ദേഹം പറയുന്നത് ഒരു പന്തയപ്രകാരമാണിതെന്ന്. പക്ഷേ സത്യം പറയാമല്ലോ, അതിലൊരക്ഷരം പോലും ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. കാരണം യാതൊരു സാമാന്യ ബോധവുമില്ലാത്ത ഒരു ഉദ്യമം തന്നെയാണിത്. മിസ്റ്റർ ഫോഗ് ഒരു കഥാപാത്രം തന്നെയാണല്ലോ എന്നു തന്നെ ഞാൻ പറയും. അദ്ദേഹം ധനികനാണോ? അതിൽ സംശയമേ ഇല്ല. അദ്ദേഹം തൻ്റെ കയ്യിൽ കനത്തൊരു തുകയ്ക്കുള്ള കറൻസി നോട്ടുകൾ കരുതിയിട്ടുണ്ട്. പണം ചെലവാക്കാൻ അദ്ദേഹത്തിനൊരു മടിയില്ല താനും. ഷെഡ്യൂൾ പ്രകാരമുള്ള സമയത്തിനു മുമ്പ് കപ്പൽ ബോംബെയിൽ എത്തിച്ചാൽ മംഗോളിയയിലെ ക്യാപ്റ്റന് അദ്ദേഹം നല്ലൊരു തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ യജമാനെ ഏറെക്കാലമായി അറിയാമോ? ഹേയ്, ഇല്ലില്ല. ഞങ്ങൾ ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട അന്ന് രാവിലെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലിയിൽ പ്രവേശിച്ചത്. നേരത്തെ തന്നെ സംശയാലുവായിരുന്ന ഫിക്സിൽ പാസ്പ്രാറ്റോന്റെ മറുപടികൾ ഉണ്ടാക്കിയ കോളിളക്കം പറയണ്ടല്ലോ. കൊള്ളയ്ക്ക് തൊട്ട് പിന്നാലെ ലണ്ടനിൽ നിന്നുള്ള പലായനം, ഫോഗിന്റെ കൈവശമുള്ള കനത്ത തുക, വിദൂര രാജ്യങ്ങളിൽ എത്തിപ്പെടാനുള്ള ഫോഗിന്റെ തിടുക്കം, ഭ്രാന്തമെന്ന് തോന്നാവുന്ന ഒരു പന്തയത്തിന്റെ മറ, എല്ലാം തന്റെ സംശയങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതായി ഫിക്സിന് തോന്നി. പാസ്പ്രാറ്റുവിന് ഫോഗിനെ പറ്റി ഏറെയൊന്നും അറിയില്ലെന്ന് ഫിക്സിന് ഉറപ്പായി. ഫോഗ് ധനികനാണെങ്കിലും അയാളുടെ ധനം എവിടെ നിന്ന് വന്നുവെന്ന് ആർക്കും തന്നെ അറിയില്ല. ഫോഗിന്റെ സ്വഭാവത്തിലെയും ചെയ്തികളിലെയും രഹസ്യാത്മകത സംശയിക്കേണ്ടത് തന്നെ. ഫീലിയസ് ഫോഗ് സൂയസിലിറങ്ങാതെ നേരെ ബോംബെയിലേക്ക് പോവുകയുള്ളൂ എന്ന് ഫിക്സ് ഉറപ്പിച്ചു. പാസ്പ്രാറ്റുവിനെ ഷോപ്പിങ്ങിനായി വിട്ട് ഫിക്സ് തിടുക്കത്തിൽ കോൺസലിനെ സമീപിച്ചു. എങ്കിലയാൾ അതീവ കൗശലക്കാരൻ തന്നെ. 2 രാജ്യങ്ങളിലെ പോലീസിനെ വഴിതെറ്റിച്ച് ലണ്ടനിൽ തന്നെ മടങ്ങിയെത്താനായിരിക്കും അയാളുടെ പദ്ധതി. കോൺസൽ പറഞ്ഞു. ആ സാധ്യതയും ഞങ്ങൾ പരിശോധിക്കും, ഫിക്സ് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് തെറ്റിയിട്ടില്ലല്ലോ? ഹേയ്, എനിക്ക് ഒട്ടും തെറ്റുപറ്റിയിട്ടില്ല. എന്തിനാണ് അയാൾ തൻ്റെ വിസയിലൂടെ താൻ സൂയസിലൂടെ കടന്നുപോയി എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ട്? എനിക്കൊരറിവുമില്ല. പക്ഷേ നിങ്ങളിത് കേട്ടിട്ട് പറയണം. തുടർന്ന് പാസ്പ്രാറ്റുവുമായുള്ള സംഭാഷണത്തിൻ്റെ രത്നച്ചുരുക്കം ഫിക്സ് കോൺസലിനോട് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ലക്ഷണങ്ങളെല്ലാം ഇയാൾക്കെതിരാണെന്ന് സാരം. ആകട്ടെ, നിങ്ങളിനി എന്തു ചെയ്യാൻ പോകുന്നു? കോൺസൽ ആരാഞ്ഞു. ബോംബെയിലേക്ക് ഉടനടി അറസ്റ്റ് വാറണ്ട് അയക്കാൻ പറഞ്ഞ് ലണ്ടനിലേക്ക് ടെലിഗ്രാം ചെയ്യണം. മംഗോളിയയിൽ തന്നെ സഞ്ചരിച്ച് കള്ളനെ ഇന്ത്യയിലേക്ക് പിന്തുടരുക. അവിടെ ഇംഗ്ലീഷ് മണ്ണിൽ വെച്ച് എൻ്റെ കയ്യിൽ വാറന്റും എൻ്റെ കൈ അയാളുടെ തോളിലും വെച്ചുകൊണ്ട് മാന്യമായി തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുക. അത്ര തന്നെ. സമയം കളയാതെ ഫിക്സ് ടെലിഗ്രാഫ് ഓഫീസിലെത്തി ലണ്ടനിലേക്ക് കമ്പിയടിച്ചു. 15 മിനിറ്റിനുള്ളിൽ ഇന്ത്യയിലേക്ക് പോകാനായി മംഗോളിയയിൽ ഫിക്സ് സ്ഥാനം പിടിക്കുകയും ചെയ്തു. സൂയസ് മുതൽ ഏതൻ വരെ ദൂരം കൃത്യം 1310 മൈലാണ്. യാത്രാ സമയമാകട്ടെ 138 മണിക്കൂറും. ക്യാപ്റ്റന്റെ തീവ്ര ശ്രമം മൂലം മംഗോളിയ നിശ്ചിത സമയത്തിനു മുമ്പ് ലക്ഷ്യത്തിലെത്തുമെന്ന് തോന്നി. ബ്രിൻഡീസിൽ നിന്നുള്ള യാത്രക്കാരിൽ ഭൂരിപക്ഷവും ഇന്ത്യയിലേക്കായിരുന്നു.
ചിലർ ബോംബെയിലേക്കും മറ്റുള്ളവർ ബോംബെ വഴി കൽക്കട്ടയിലേക്കും. ഓഫീസർമാരും പല ഗ്രേഡിലുള്ള മിലിറ്ററി ഓഫീസർമാരും മംഗോളിയയിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരായ ചില ധനിക യുവാക്കളും ആതിഥ്യ മര്യാദ ആവോളമുണ്ടായിരുന്ന കപ്പലിലെ പേഴ്സറും കാരണം കപ്പൽ യാത്രയിൽ സമയം പോയതറിഞ്ഞില്ല. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വൈകിട്ട് 8 മണിയുടെ അത്താഴവുമെല്ലാം വിഭവസമൃദ്ധമായിരുന്നു. പാട്ടും നൃത്തവും കളികളും എല്ലാം യാത്രയെ ആസ്വാദികരമാക്കി. കടൽ തികച്ചും ശാന്തമായിരുന്നു. പക്ഷേ ഇടയ്ക്കിടെ ഏഷ്യൻ തീരത്തു നിന്ന് കാറ്റടിച്ചപ്പോഴൊക്കെ നീണ്ട കപ്പലായ മംഗോളിയ ഭയപ്പെടുത്തും വിധം ചുറ്റിത്തിരിഞ്ഞു. സ്ത്രീകൾ അതിവേഗം ഡെക്കിൽ നിന്ന് താഴേക്കിറങ്ങിയോടി. പിയാനോകൾ നിശബ്ദമായി. പാട്ടും നൃത്തവും പൊടുന്നനെ നിന്നു. എങ്കിലും മംഗോളിയ നേരെ മുന്നോട്ട് ബാബേൽ മാൻഡപ്പ് കടലിടുക്ക് ലക്ഷ്യമാക്കി നീങ്ങി. ചെങ്കടലിലെ അവിസ്മരണീയമായ കാഴ്ചകൾ ഫോഗ് നിർവികാരനായി കണ്ടുകൊണ്ടിരുന്നു. തീരത്തുള്ള ചരിത്രമുറങ്ങുന്ന പട്ടണങ്ങളും ഗ്രാമങ്ങളും തിരിച്ചറിയാൻ ഫോഗ് ശ്രമിച്ചതേയില്ല. 4 നേരം നന്നായി ഭക്ഷിക്കുകയും അക്ഷീണം ഇടതടവില്ലാതെ വിസ്റ്റ് കളിക്കുകയുമായിരുന്നു ഫോഗിനിഷ്ടം. വിസ്റ്റ് കളിക്കാൻ തന്നെപ്പോലെ തന്നെ അതിൽ താല്പര്യമുള്ള ചിലരെ ഫോഗിന് കൂട്ടുകിട്ടി. ഗോവയിലുള്ള തൻ്റെ ഓഫീസിലേക്ക് പോവുകയായിരുന്ന ഒരു ടാക്സ് കളക്ടർ, ബോംബെയിലെ തൻ്റെ ഇടവകയിലേക്ക് മടങ്ങുന്ന റവറൻ ഡെസ്മിത്ത് സ്മിത്ത്, ബനാറസിലെ തൻ്റെ ബ്രിഗേഡിലേക്ക് പോകുന്ന ഇംഗ്ലീഷ് സൈന്യത്തിലെ ഒരു ബ്രിഗേഡിയർ ജനറൽ എന്നിവയായിരുന്നു ഫോഗിൻ്റെ സഹവിസ്റ്റ് കളിക്കാർ. തികച്ചും നിശബ്ദരായി അവർ മണിക്കൂറുകളോളം വിസ്റ്റ് കളിച്ചുകൊണ്ടിരുന്നു. പാസ്പ്രാറ്റു കടൽ ചുരുക്കിനെ മറികടന്ന് മുമ്പിലത്തെ ക്യാബിനിൽ തന്നെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. വാർഫിൽ വെച്ച് താൻ കണ്ട് സംസാരിച്ച ആ നല്ല മനുഷ്യനെ കപ്പലിൽ കണ്ടതിൽ പാസ്പ്രാറ്റുവിന് ഏറെ സന്തോഷം തോന്നി. എന്നെ സൂയിസിൽ വെച്ച് വഴി കാണിച്ചു തന്ന ആ മാന്യദേഹം തന്നെയല്ലേ നിങ്ങൾ? പാസ്പ്രാറ്റു ഫിക്സിൻ്റെ അടുത്തെത്തി ചോദിച്ചു. ഹാ, ഞാൻ ഓർക്കുന്നു. നിങ്ങൾ ആ വിചിത്ര സ്വഭാവിയായ ഇംഗ്ലീഷുകാരൻ്റെ ഭൃത്യനല്ലേ? അത് തന്നെ മിസ്റ്റർ ഫിക്സ്. മിസ്റ്റർ ഫിക്സ്, പാസ്പ്രാറ്റു തുടർന്നു. നിങ്ങളെ കപ്പലിൽ വെച്ച് കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. താങ്കൾ എവിടേക്കാണ്? നിങ്ങളെപ്പോലെ തന്നെ ബോംബെക്ക്. അത് തലസ്ഥാനമാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടോ? പല പ്രാവശ്യം. ഞാൻ പെനിസുലാർ കമ്പനിയുടെ ഒരു ഏജന്റാണ്. ആഹാ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയെപ്പറ്റി അറിയാമായിരിക്കും അല്ലേ? അറിയുമല്ലോ, ശ്രദ്ധാപൂർവം ഫിക്സ് പറഞ്ഞു. ഈ ഇന്ത്യ ഒരു വിചിത്രമായ സ്ഥലമാണല്ലോ. വളരെ വിചിത്രം എന്ന് പറയണം. മോസ്കുകൾ, മിനാറുകൾ, ക്ഷേത്രങ്ങൾ, ഫക്കീർമാർ, പഗോഡകൾ, കടുവകൾ, പാമ്പുകൾ, ആനകൾ. നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ ആവുത് സമയം കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അങ്ങനെ കരുതുന്നു മിസ്റ്റർ ഫിക്സ്. 80 ദിവസം കൊണ്ട് ലോകം ചുറ്റി വരാമെന്ന് നടിച്ചുകൊണ്ട് ശരിക്കും സുബോധമുള്ളൊരു മനുഷ്യൻ സ്റ്റീമറിൽ നിന്ന് ട്രെയിനിലേക്കും ട്രെയിനിൽ നിന്ന് വീണ്ടും സ്റ്റീമറിലേക്കും ചാടി ചാടി നടക്കില്ല. ഈ ജിംനാസ്റ്റിക് എല്ലാം ബോംബെയിൽ അവസാനിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. മിസ്റ്റർ ഫോഗ് സുഖമായിരിക്കുന്നുവല്ലോ? സാധാരണ മട്ടിൽ ഫിക്സ് ചോദിച്ചു. അദ്ദേഹവും ഞാനും സുഖമായിരിക്കുന്നു. ഞാൻ പട്ടിണി കിടന്നവനെ പോലെ മൂക്കുമുട്ട കഴിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ യജമാനെ ഞാൻ ഒരിക്കലും ഡെക്കിൽ കണ്ടിട്ടില്ലല്ലോ. ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് യാതൊരു താല്പര്യങ്ങളുമില്ല. ഈ 80 ദിവസം കൊണ്ട് ലോകം ചുറ്റിവരിക എന്ന യജ്ഞം ശരിക്കും എന്തെങ്കിലും നയതന്ത്ര ദൗത്യം രഹസ്യമായി നിർവഹിക്കാനുള്ള തന്ത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ പാസ്പ്രാറ്റു? സത്യം പറയട്ടെ മിസ്റ്റർ ഫിക്സ്, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്നും എനിക്കിതിലൊട്ട് താല്പര്യമില്ലെന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇതിനുശേഷം പലപ്പോഴും പാസ്പ്രാറ്റുവും ഫിക്സും കണ്ടുമുട്ടി സംസാരിക്കുക പതിവാക്കി. കപ്പലിലെ ബാർ റൂമിൽ വെച്ച് പലപ്പോഴും ഫിക്സ് പാസ്പ്രാറ്റുവിന് വിസ്കിയും വോഡ്കയും ഒക്കെ വാങ്ങി നൽകുകയും ചെയ്തു. ഫിക്സിനെ ഒരു നല്ല സുഹൃത്തായി പാസ്പ്രാറ്റു കരുതി. കപ്പൽ മുന്നോട്ട് സുഗമമായി നീങ്ങിക്കൊണ്ടിരുന്നു. 13-ാം തീയതി
പഴകിയ മതിലുകളും വിശാലമായ കാപ്പിത്തോട്ടങ്ങളും ഈന്തപ്പന തോട്ടങ്ങളും കാണാനായി. പിറ്റേന്ന് രാത്രി കണ്ണുനീരിന്റെ പടിവാതിൽ എന്നർത്ഥമുള്ള ബാബേൽ മാൻസബ് പിന്നിട്ട് കപ്പൽ മുന്നോട്ട് നീങ്ങി. പിറ്റേന്ന് ഏതൻ തുറമുഖത്തിന് വടക്ക് പടിഞ്ഞാറുള്ള സ്റ്റീമർ പോയിന്റിൽ നിർത്തി കൽക്കരി ശേഖരിച്ചു. ഈ സമയം സൊമാലികളും ബനിയായികളും പാർസികളും യൂതന്മാരും അറബികളും യൂറോപ്യന്മാരുമായി 25,000-ഓളം പേർ വസിക്കുന്ന ഏതനിലൂടെ പാസ് പ്രാറ്റു ഒന്നൂലാത്തി. ഇന്ത്യൻ സമുദ്രത്തിലെ ജിബ്രാൾട്ടറാക്കി ഏതനെ മാറ്റുന്ന കോട്ടകളും കുറെ എഞ്ചിനീയർമാർ പണിയെടുക്കുന്ന സിസ്റ്റേണുകളും കണ്ട് പാസ് പ്രാറ്റു നടന്നു. വൈകിട്ട് 6 മണിക്ക് മംഗോളിയ ഏതനിൽ നിന്ന് വീണ്ടും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് ഇറങ്ങി യാത്ര തുടർന്നു. ബോംബെയിലെത്താൻ ഇനിയും 168 മണിക്കൂർ കൂടി യാത്ര ചെയ്യണമായിരുന്നു. കാറ്റ് കപ്പലിന് അനുകൂലമായ വടക്ക് പടിഞ്ഞാറ് ദിക്കിലായിരുന്നു. പായകളെല്ലാം എഞ്ചിനെ സഹായിച്ചു. ഒക്ടോബർ 20 ഞായറാഴ്ച ഉച്ചയോടെ ഇന്ത്യൻ തീരം കാണാനായി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഡക്കിൽ വന്നു. ചക്രവാളത്തിൽ ആകാശത്തിനഭിമുഖമായി കുന്നുകളുടെ നീണ്ട നിരകൾ തെളിഞ്ഞു വന്നു. ബോംബെയുടെ അലങ്കാരമായ പനകളുടെ നീണ്ട നിരകൾ വ്യക്തമായി കണ്ടു തുടങ്ങി. വൈകുന്നേരം 4:30 കപ്പൽ ബോംബെ തീരമണഞ്ഞു. യാത്രയിലെ 33ാമത്തെ റബ്ബർ കളിച്ചുകൊണ്ടിരുന്ന ഫീലിക്സ് ഫോഗ് ധീരമായൊരു കളിയിലൂടെ റബ്ബറിലെ 13 ട്രിക്കുകളും കൈപ്പിടിയിലൊതുക്കി. ഒരു ഉഗ്രൻ വിജയത്തോടെ വിസ്റ്റ് പരമ്പരയ്ക്ക് വിരാമം വിട്ടു. 22-ാം തീയതിക്ക് പകരം 20-ാം തീയതി, അതായത് ഷെഡ്യൂൾ സമയത്തിനും ഏതാണ്ട് 2 ദിവസം മുമ്പെയാണ് മംഗോളിയ ബോംബെയിലെത്തിയത്. യാത്രാ ടൈം ടേബിളിൽ ആ 2 ദിവസത്തെ ലാഭം ഫോഗ് ഉടൻ തന്നെ എഴുതി ചേർക്കുകയും ചെയ്തു. മംഗോളിയയിലെ യാത്രക്കാർ വൈകുന്നേരം 4:30 കരക്കണഞ്ഞു. രാത്രി 8 മണിക്ക് ട്രെയിൻ കൽക്കട്ടയ്ക്ക് പുറപ്പെടും. തൻ്റെ സഹവിസ്റ്റ് കളിക്കാരോട് യാത്ര പറഞ്ഞ് ഫോഗ് കപ്പലിൽ നിന്ന് നേരെ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് പോയത്. പ്രസിദ്ധമായ സിറ്റി ഹാൾ, ഉജ്ജ്വലമായ ലൈബ്രറി, കോട്ടകളും ഡോക്കുകളും ബസാറുകളും മോസ്കുകളും സിനഗോഗുകളും അർമീനിയൻ ദേവാലയങ്ങളും മലബാർ ഹില്ലിലെ പഗോഡയും അതിൻ്റെ ബഹുമുഖ ഗോപുരങ്ങളും തുടങ്ങി ബോംബെയിലെ അത്ഭുത കാഴ്ചകളൊന്നും ഫോഗിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചില്ല. എലിഫൻ്റ ഗുഹകളിലെ മാസ്റ്റർ പീസ് ചുമർ ചിത്രങ്ങളും ബൗദ്ധകാല ശില്പചാതുര്യവുമൊന്നും ഫോഗിൻ്റെ താൽപ്പര്യങ്ങളെ ഉണർത്തിയതേയില്ല. ഫോഗിൻ്റെ തൊട്ട് പിന്നാലെ കരക്കിറങ്ങിയ ഫിക്സ് നേരെ പോയത് ബോംബെ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ്. താൻ ലണ്ടനിൽ നിന്നുള്ള ഡിറ്റക്റ്റീവാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഫിക്സ് ലണ്ടനിൽ നിന്നൊരു അറസ്റ്റ് വാറന്റ് എത്തിയിട്ടുണ്ടോ എന്നന്വേഷിച്ചു. പക്ഷേ അതെത്തിയിട്ടില്ലായിരുന്നു. ഫിക്സിന് കനത്ത നിരാശ തോന്നി. ബോംബെ പോലീസ് ഡയറക്ടറുടെ പക്കൽ നിന്നൊരു വാറന്റ് സംഘടിപ്പിക്കാൻ ഫിക്സ് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ലണ്ടൻ പോലീസിന് മാത്രമേ അതിനധികാരമുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. എന്തായാലും ഫോഗിനെ വിടാതെ പിന്തുടരാൻ ഫിക്സ് തീരുമാനിച്ചു. കുറഞ്ഞ പക്ഷം കൽക്കട്ട വരെയെങ്കിലും, ചിലപ്പോൾ അതിനപ്പുറത്തേക്കും യാത്ര നീളുമെന്ന് പാസ്പ്രാറ്റുവിന് മനസ്സിലായി. പന്തയം സത്യം തന്നെയാണോ എന്നയാളും സംശയിച്ചു തുടങ്ങി. ആവശ്യത്തിന് ഷർട്ടും ഷൂസും വാങ്ങിയ ശേഷം അയാൾ പല രാജ്യക്കാർ നടന്നു നീങ്ങുന്ന തെരുവിലൂടെ വെറുതെ നടന്നു. അന്ന് പാഴ്സികളുടെ ഒരു ഉത്സവ ദിവസമായിരുന്നു. ബോംബെയിലെ ഏറ്റവും സമ്പന്ന വ്യാപാരികളായ പാർസികളുടെ മതപരമായ ഈ ഉത്സവത്തിന് ഘോഷയാത്രകളും വിവിധ പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. പെരുമ്പറയുടെ ശബ്ദത്തിനനുസരിച്ച് റോസ് നിറത്തിലുള്ളതും സ്വർണവും വെള്ളിയും തൊങ്ങലുകൾ പിടിപ്പിച്ചതുമായ കുപ്പായങ്ങൾ ധരിച്ച പെൺകുട്ടികളുടെ ചടുല നൃത്തം. ഈ ആഘോഷങ്ങളൊക്കെ കണ്ട പാസ്പ്രാറ്റു വായും പൊളിച്ച് കണ്ണും തുറിച്ച് അത്ഭുതപ്പെട്ട് നിന്നുപോയി. തിരികെ സ്റ്റേഷനിലേക്ക് മടങ്ങും വഴി മലബാർ ഹില്ലിലെ അതിമനോഹരമായ പഗോഡ കണ്ട് മയങ്ങിപ്പോയ പാസ്പ്രാറ്റു അതിൻ്റെ ഉൾഭാഗം കാണാൻ അതിയായി ആഗ്രഹിച്ചു. ക്രിസ്ത്യാനികൾക്ക് അതിനകത്തേക്ക് പ്രവേശനമില്ലെന്ന് അയാൾക്കറിഞ്ഞുകൂടായിരുന്നു. അകത്ത് കടക്കുന്നവർ പാദരക്ഷകൾ പുറത്തു വയ്ക്കുകയും ചെയ്യേണ്ടതായിരുന്നു. തദ്ദേശീയ മതങ്ങളുടെ ആചാരങ്ങളെ ധിക്കരിക്കുന്നവരെ ബ്രിട്ടീഷ് സർക്കാരും കഠിനമായി ശിക്ഷിച്ചിരുന്നു.
അകത്ത് കടന്ന പാസ്പ്രാറ്റു തനിക്ക് ചുറ്റും കണ്ട അലങ്കാര വേലകളിൽ മതിമറന്നുപോയി. ഇതിനിടെ അറിയാതെ അവിടുത്തെ വിശുദ്ധ പതാകയുടെ പുറത്തു വീണ അയാളുടെ മേൽ 3 പൂജാരികൾ ദേഷ്യത്തോടെ ചാടി വീണു. അവർ അയാളുടെ ഷൂസുകൾ വലിച്ചു കീറുകയും അലറിക്കൊണ്ട് അയാളെ തല്ലാൻ തുടങ്ങുകയും ചെയ്തു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ പാസ്പ്രാറ്റു 2 പൂജാരികളെ തന്റെ മുഷ്ടി കൊണ്ട് ശക്തിയായി ഇടിച്ച് നിലത്തിട്ടു. തുടർന്ന് പുറത്തേക്ക് പാഞ്ഞ് ജനക്കൂട്ടത്തിൽ ലയിച്ചു. 7:55 ആയപ്പോൾ തൊപ്പിയും ചെരുപ്പുകളും താൻ വാങ്ങിയ ഷർട്ടുകളും ഷൂസുകളുമൊക്കെ നഷ്ടപ്പെടുത്തിയ പാസ്പ്രാറ്റു റെയിൽവേ സ്റ്റേഷനിലെത്തി. ഫോഗിനെ പിന്തുടരുന്ന ഫിക്സ് അവിടെ പ്ലാറ്റ്ഫോമിൽ നിൽപ്പുണ്ടായിരുന്നു. പാസ്പ്രാറ്റു ഒരു കോണിൽ മാറി നിന്നിരുന്ന ഫിക്സിനെ കണ്ടില്ല. പഗോഡയിലെ വിശേഷങ്ങൾ അയാൾ ഫോഗിനോട് പറയുന്നത് മുഴുവൻ ഡിറ്റക്റ്റീവ് ഫിക്സ് കേട്ടുകൊണ്ടിരുന്നു. ട്രെയിൻ നീങ്ങി തുടങ്ങി. ട്രെയിൻ കൃത്യസമയത്ത് തന്നെയാണ് പുറപ്പെട്ടത്. ഓഫീസർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഓപ്പിയം, കുങ്കുമം വ്യാപാരികളുമൊക്കെ അതിലുണ്ട്. വിസ്റ്റ് കളിയിൽ ഫോഗിന്റെ സഹകളിക്കാരനായിരുന്ന സർ ഫ്രാൻസിസ് ക്രോമാർട്ടിയാണ് അവർക്കെതിരെയുള്ള സീറ്റിൽ ഇരുന്നിരുന്നത്. ബനാറസിലെ തന്റെ റെജിമെന്റിലേക്കാണ് അദ്ദേഹത്തിന്റെ യാത്ര. ശിപ്പായി ലഹളയിൽ സുസ്ഥിർഹ്യ സേവനം കാഴ്ചവെച്ച സർ ഫ്രാൻസിസ് പൊക്കം കൂടി വെളുത്ത ഒരു 50 വയസ്സുകാരനാണ്. ഇന്ത്യ തന്റെ വാസസ്ഥലമാക്കിയ അദ്ദേഹം വല്ലപ്പോഴുമേ മാതൃരാജ്യമായ ഇംഗ്ലണ്ട് സന്ദർശിക്കാറുള്ളൂ. ഇന്ത്യയിലെ സമ്പ്രദായങ്ങളും ആചാരങ്ങളും സ്വഭാവവിശേഷങ്ങളും ഇന്ത്യയുടെ ചരിത്രവുമൊക്കെ അദ്ദേഹത്തിന് പരിചിതമാണ്. തന്റെ സഹയാത്രികന്റെ തണുപ്പൻ സ്വഭാവം നിരീക്ഷിച്ച സർ ഫ്രാൻസിസ് ആ തണുപ്പിനിടയിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യഹൃദയവും അതിൽ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചുള്ള ബോധവുമുണ്ടോ എന്ന് സംശയിച്ചു. ഫോഗിൽ നിന്നും പന്തയത്തെപ്പറ്റി അറിഞ്ഞിരുന്ന സർ ഫ്രാൻസിസിന് അതൊരു പ്രയോജനമില്ലാത്ത കിറുക്കായാണ് തോന്നിയത്. 1 മണിക്കൂറിനുള്ളിൽ തുരങ്കങ്ങളും സാൽസറ്റ് ദ്വീപം കടന്ന് തീവണ്ടി വെളിമ്പ്രദേശത്തെത്തി. കല്യാണം, പൻവേലും നാസിക്കും കടന്ന് ഹരിതസമൃദ്ധമായ ഗ്രാമപ്രദേശങ്ങളിലൂടെ മുന്നോട്ട് പാഞ്ഞു. ഇംഗ്ലീഷ് എഞ്ചിനീയർ ഓടിച്ചിരുന്ന ട്രെയിൻ പരുത്തി, കാപ്പി, ഗ്രാമ്പു, മുളകു തോട്ടങ്ങൾ എന്നിവയുടെ മേൽ പുക വർഷിച്ചുകൊണ്ടാണ് നീങ്ങിയത്. വഴിയിൽ കണ്ട പ്രൗഢസുന്ദരമായ ബംഗ്ലാവുകളും കണ്ണഞ്ചിപ്പിക്കുന്ന ക്ഷേത്രങ്ങളുമൊക്കെ ഇന്ത്യൻ വാസ്തുകലയുടെ പ്രൗഢി വിളിച്ചോതി. പാമ്പുകളും കടുവകളും നിറഞ്ഞ വനപ്രദേശത്തുകൂടി തീവണ്ടി കടന്നുപോയപ്പോൾ അവ എഞ്ചിൻ ശബ്ദം കേട്ട് പേടിച്ചോടി പോകുന്നത് കണ്ടു. ചില വനഭാഗങ്ങളിൽ ആനകൾ തീവണ്ടിയുടെ നീക്കം കണ്ടു നിന്നു. സുന്ദരമായ പഗോഡകൾ നിറഞ്ഞ എല്ലോറയും ഔറംഗസേബിന്റെ തലസ്ഥാനമായിരുന്ന ഔറംഗാബാദും കടന്ന് ട്രെയിൻ പായുകയാണ്. 12:30 ട്രെയിൻ ബറാംപൂരിൽ നിർത്തിയപ്പോൾ പാസ്പ്രാറ്റു കൃത്രിമ മുത്തുകൾ പതിപ്പിച്ച ഇന്ത്യൻ സ്ലിപ്പറുകൾ വാങ്ങി അല്പം ഗമയിൽ തന്നെ തന്റെ കാലിൽ ധരിച്ചു. യാത്രക്കാർ തിടുക്കം പിടിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചയുടൻ തീവണ്ടി തന്റെ യാത്ര തുടർന്നു. ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ ചീറിപ്പായുമ്പോൾ തന്റെ യജമാന്റെ പന്തയം ശരിക്കും സത്യമാണെന്ന വിശ്വാസം പാസ്പ്രാറ്റുവിൽ ബലപ്പെട്ടു തുടങ്ങി. വഴിയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളെപ്പറ്റി പാസ്പ്രാറ്റു മെല്ലെ ചിന്താകുലനായി. തലേന്ന് താൻ കാണിച്ചതുപോലുള്ള മണ്ടത്തരങ്ങൾ യാത്രയുടെ സുഗമമായ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുമെന്ന് അയാൾക്ക് ബോധ്യമായി. സത്പുര മലനിരകളിലൂടെ താഴ്വരയിലേക്ക് തീവണ്ടി പ്രവേശിച്ചു. തൊട്ടടുത്ത ദിവസം സർ ഫ്രാൻസിസ് ക്രോമാർട്ടി പാസ്പ്രാറ്റുവിനോട് സമയം ചോദിച്ചു. 3 മണി എന്ന് മറുപടി കിട്ടിയപ്പോൾ സർ ഫ്രാൻസിസ് പാസ്പ്രാറ്റുവിന്റെ ക്ലോക്ക് 4 മണിക്കൂറോളം പുറകോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടി. പക്ഷേ തന്റെ ക്ലോക്കിലെ സമയം മാറ്റാൻ പാസ്പ്രാറ്റു തയ്യാറായില്ല. ഓരോ ഡിഗ്രി മെരീഡിയനും കിഴക്കോട്ട് പോകുന്തോറും 4 മിനിറ്റ് വീതം മുന്നോട്ടാക്കണമെന്ന് സർ ഫ്രാൻസിസ് പാസ്പ്രാറ്റുവിനെ ഉപദേശിച്ചു. പക്ഷേ ലണ്ടൻ സമയത്തിനനുസൃതമാക്കി വെച്ചിരിക്കുന്ന തന്റെ വാച്ചിലെ സമയം മാറ്റില്ലെന്ന് തന്നെ പാസ്പ്രാറ്റു വാശി പിടിച്ചു. ആർക്കും ശല്യമുണ്ടാകാത്ത ആ വാശിയെ ആരും തന്നെ എതിർത്തതുമില്ല. 8 മണിയായപ്പോൾ ട്രെയിൻ റോത്തലിൽ നിന്ന് 15 മൈൽ ദൂരെ ഒരു കാട്ടുപാതയുടെ സമീപം നിന്നു. കമ്പാർട്ട്മെന്റുകളുടെ സമീപത്തുകൂടെ നടന്നുകൊണ്ട് കണ്ടക്ടർ പറഞ്ഞു, എല്ലാ യാത്രക്കാരും ഇവിടെ ഇറങ്ങണം. റെയിൽവേ അവസാനിച്ചിട്ടില്ല.
പക്ഷേ ഇനി റെയിൽവേ തുടങ്ങുന്ന അലഹബാദിലെത്താൻ ഇവിടെ നിന്ന് 50 മൈലോളം നിങ്ങൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്കുള്ള ടിക്കറ്റുകളല്ലേ ഞങ്ങൾക്ക് തന്നത്? സർ ഫ്രാൻസിസ് ദേഷ്യത്തോട് ചോദിച്ചു. അത് ശരി തന്നെ, കണ്ടക്ടർ പറഞ്ഞു. പക്ഷേ ഗോൾബയിൽ നിന്നും അലഹബാദ് വരെയുള്ള യാത്രാ സൗകര്യം തങ്ങൾ തന്നെ ശരിയാക്കേണ്ടതാണെന്ന് യാത്രക്കാർ അറിഞ്ഞിരിക്കണമായിരുന്നു. സർ ഫ്രാൻസിസിന് ദേഷ്യമടക്കാനായില്ല. പാസ്പ്രാറ്റുവിന് കണ്ടക്ടറെ ഒറ്റയടിക്ക് അടിച്ച് താഴെയിടാനാണ് തോന്നിയത്. സർ ഫ്രാൻസിസ്, ഫോഗ് ശാന്തനായി പറഞ്ഞു, നമുക്ക് അലഹബാദിലേക്ക് പോകാൻ എന്തെങ്കിലും യാത്രാ സൗകര്യം കിട്ടുമോ എന്ന് നോക്കാം. മിസ്റ്റർ ഫോഗ്, ഈ കാലതാമസം നിങ്ങൾക്കൊരടിയായിരിക്കും. ഇല്ല ഫ്രാൻസിസ്, ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഹേ, എന്ത്? നിങ്ങൾ ഈ വഴി മുമ്പ് സഞ്ചരിച്ചിട്ടുണ്ടോ? ഹേയ്, ഇല്ല. പക്ഷേ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള എന്തെങ്കിലും പ്രതിബന്ധം വഴിയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടില്ല. മുമ്പ് എനിക്ക് ലാഭം കിട്ടിയ 2 ദിവസം ഇവിടെ ചെലവാക്കണമെന്ന് മാത്രം. 25-ാം തീയതി ഉച്ചയ്ക്ക് ഒരു കപ്പൽ കൽക്കട്ടയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഇന്ന് 22. നമ്മൾ സമയത്ത് തന്നെ കൽക്കട്ടയിലെത്തും. ഫോഗിന്റെ ആത്മവിശ്വാസത്തെ എതിർക്കാൻ ആരും തുനിഞ്ഞില്ല. ഭൂരിപക്ഷം യാത്രക്കാർക്കും ഈ യാത്രാ തടസ്സത്തെപ്പറ്റി അറിയാമായിരുന്നു. 4 ചക്രമുള്ള പാൽ കിഗാഡികളും കാളവണ്ടികളും ഗോപുരങ്ങളുള്ള ഉന്തുവണ്ടികളും പല്ലക്കുകളും കുതിരകളും എന്നുവേണ്ട ആ ഗ്രാമത്തിൽ ലഭ്യമായ എല്ലാ യാത്രാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ആൾക്കാർ യാത്ര ചെയ്തു തുടങ്ങി. മിസ്റ്റർ ഫോഗും സർ ഫ്രാൻസിസും ഗ്രാമം മുഴുവൻ പരതിയെങ്കിലും ഒരു വാഹനവും ലഭിച്ചില്ല. ഞാൻ കാൽനടയായി അങ്ങോട്ടേക്ക് പോകും, ഫോഗ് പറഞ്ഞു. പാസ്പ്രാറ്റുവിൻ്റെ മുഖം മെല്ലെ ചുളിഞ്ഞു. ഇത്ര ദൂരം നടന്നാൽ താൻ പുതിയതായി വാങ്ങിയ ഷൂസുകളുടെ അവസ്ഥയെപ്പറ്റി അയാൾ തെല്ലിട ചിന്തിച്ചുപോയി. സർ, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്, പാസ്പ്രാറ്റ് പറഞ്ഞു. എന്താണത്? സർ, ആന. ദാ അവിടെ ഒരാളുടെ പക്കൽ ആനയുണ്ട് സർ. ശരി, നമുക്ക് നോക്കാം, ഫോഗ് പറഞ്ഞു. അവർ ഒരു ചെറിയ കുടിലിനടുത്തെത്തി. അവിടെ ഒരു വളച്ചുകെട്ടിനകത്ത് ഒരു ആനയെ കണ്ടു. കുടിലിൽ നിന്നിറങ്ങിയയാൾ അവരെ ആനയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കിയൂണി എന്നാണ് ആ കൊമ്പനാനയുടെ പേര്. പകുതി ഇണങ്ങിയ ആനയെ ഉടമസ്ഥൻ യുദ്ധം പോലുള്ള ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. ഓരോ 3 മാസം കൂടുമ്പോഴും വെണ്ണയും ശർക്കരയും ചേർത്ത ഒരു മിശ്രിതം കൊടുത്ത് ആനയുടെ ഉശിര് വർദ്ധിപ്പിച്ചിരുന്നു. യുദ്ധപരിശീലനം ഏറെ പുരോഗമിച്ചിട്ടില്ലാത്തതിനാൽ കിയൂണിക്ക് മനുഷ്യനുമായുള്ള ഇണക്കത്തിന് വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. വേഗത്തിൽ ഏറെ നേരം സഞ്ചരിക്കാൻ അതിന് കഴിയും. ഫോഗ് അതിനെ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. വാടകയ്ക്ക് നൽകാമോ എന്ന ഫോഗിന്റെ അഭ്യർത്ഥന ഉടമസ്ഥൻ പാടെ തള്ളി. 1 മണിക്കൂറിന് 40 പൗണ്ട് നൽകാമെന്ന് പറഞ്ഞിട്ടും അയാൾ സമ്മതിച്ചില്ല. ഒടുവിൽ ആനയെ രൊക്കം വിലയ്ക്ക് വിൽക്കുന്നോ എന്നായി ഫോഗിന്റെ ചോദ്യം. 1000 പൗണ്ട് വില പറഞ്ഞിട്ടും ഉടമസ്ഥൻ വഴങ്ങിയില്ല. സർ ഫ്രാൻസിസ് ഒന്നുകൂടി ആലോചിക്കാൻ ഫോഗിനോട് പറഞ്ഞപ്പോൾ പന്തയത്തിലെ 20,000 പൗണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ ആന ആവശ്യമെന്നായിരുന്നു ഫോഗിന്റെ പക്ഷം. ആനയുടെ യഥാർത്ഥ വിലയുടെ 10 ഇരട്ടി വില കൊടുക്കേണ്ടി വന്നാലും താൻ അതിനെ വാങ്ങുമെന്നായി ഫോഗ്. വീണ്ടും ഉടമസ്ഥന്റെ അടുത്ത് വന്ന് വില സാവധാനം ഉയർത്തി ഒടുവിൽ 2000 പൗണ്ടിന് ഫോഗ് ആനയെ സ്വന്തമാക്കി. ഒരാനയ്ക്ക് ഇത്ര വിലയോ? പാസ്പ്രാറ്റു അത്ഭുതം കൂറി. ആനയ്ക്ക് വേണ്ട പാപ്പാനെ അന്വേഷിക്കലായി അടുത്ത പണി. പരിചയസമ്പന്നായ ഒരു പാഴ്സിയെ ഒടുവിൽ അതിനായി ലഭിച്ചു. അയാൾക്കും നല്ലൊരു തുക ഫോഗ് വാഗ്ദാനം ചെയ്തു. പാഴ്സി ആനയെ പുറത്തു കൊണ്ടുവന്നു. ആനയുടെ പുറത്ത് ഒരു ചെറു പരവതാനി വിരിച്ചു. 2 ചെറിയ ഇരിപ്പിടങ്ങൾ കിയൂണിയുടെ ഇരുവശത്തുമായി ഉറപ്പിച്ചു. സർ ഫ്രാൻസിസിനെയും അലഹബാദിലേക്ക് തങ്ങളുടെ കൂടെ കൊണ്ടുപോകാമെന്ന് ഫോഗ് വാഗ്ദാനം ചെയ്തു. ബ്രിഗേഡിയർ സസന്തോഷം അതിന് സമ്മതിച്ചു. ഇരുവശത്തുമുള്ള ഇരിപ്പിടങ്ങളിൽ ഫോഗും സർ ഫ്രാൻസിസും ഇരിപ്പുറപ്പിച്ചു. അവർക്ക് നടുവിലായി പരവതാനിയിൽ പാസ്പ്രാറ്റുവും ഇരുന്നു. പാപ്പാൻ പാഴ്സിയാകട്ടെ ആനയുടെ കഴുത്തിന് മുകളിൽ ആസനസ്ഥനായി. കൃത്യം 9 മണിക്ക്
അവർ ഗ്രാമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പനകൾ നിറഞ്ഞ നിബിഡ വനത്തിലൂടെ ഏറ്റവും ദൂരം കുറഞ്ഞ വഴിയിലൂടെയായിരുന്നു ആനയുടെ യാത്ര. യാത്രാ ദൈർഘ്യം പരമാവധി കുറയ്ക്കാനായി പാഴ്സി നിർമ്മാണത്തിലിരിക്കുന്ന റെയിൽ പാതയുടെ ഇടതുവശത്തേക്ക് ആനയെ നടത്തി. വനത്തിലൂടെ നേരെ പോയാൽ 20 മൈൽ ലാഭിക്കാൻ കഴിയുമെന്ന് പാഴ്സി പറഞ്ഞു. ആനയുടെ വേഗത്തിലുള്ള നടത്തം ഫോഗിനെയും സർ ഫ്രാൻസിസിനെയും ഏറെ ബുദ്ധിമുട്ടിച്ചു. കഴുത്തിൽ നിന്നും മസ്തകത്തിലേക്കും തിരിച്ചും പാസ്പ്രാറ്റു ചാഞ്ചാടിക്കൊണ്ടിരുന്നു. സ്പ്രിങ് പോലെ ചാടുന്നതിനിടയ്ക്ക് ചിരിച്ചുകൊണ്ടിരുന്ന പാസ്പ്രാറ്റു ഇടയ്ക്കിടെ ചെറിയ ശർക്കര കഷ്ണങ്ങൾ കിയൂണിയുടെ തുമ്പിക്കൈയിൽ വെച്ചുകൊടുത്തു. ഇടയ്ക്ക് 1 മണിക്കൂർ കിയൂണിയെ വിശ്രമത്തിന് നിർത്തി. അടുത്തുള്ള ഉറവയിൽ നിന്ന് വെള്ളം കുടിച്ച കിയൂണി തൻ്റെ ചുറ്റും കണ്ട മരച്ചില്ലകളും കുറ്റിച്ചെടികളും ഭക്ഷിച്ചു. ഈ സമയം പാസ്പ്രാറ്റു പാകം ചെയ്ത ഭക്ഷണം 4 പേരും കൂടി കഴിച്ചു. ആനക്കാരൻ പുറപ്പെടാനുള്ള സിഗ്നൽ നൽകി. നിബിഡ വനത്തിൽ ഈന്തപ്പനകളും കുറ്റിപ്പനകളും സമൃദ്ധിയായി ഉണ്ടായിരുന്നു. ദുർഘടമായ പർവ്വത പ്രദേശങ്ങളും ശക്തമായ കോട്ടകളും. ബുദ്ധൽഖണ്ഡിന്റെ ആ പ്രദേശത്തിലൂടെ യാത്ര തുടർന്നു. വിന്ധ്യ പർവ്വതത്തിന്റെ പ്രധാന ഭാഗം 8 മണിയോടെ പിന്നിട്ടു. അന്ന് രാത്രി വടക്കേ ചെരുവിലുള്ള ഒരു പഴകിപ്പൊളിഞ്ഞ ബംഗ്ലാവിൽ അവർ തങ്ങി. അന്ന് 25 മൈലോളം അവർ പിന്നിട്ടിരുന്നു. അലഹബാദിലേക്ക് ഇനിയും ഇത്രയും തന്നെ ദൂരമുണ്ട്. തണുപ്പുള്ള രാത്രി. പാഴ്സി ബംഗ്ലാവിനുള്ളിൽ തീ കൂട്ടി ഉണ്ടാക്കിയ അത്താഴം അവർ കഴിച്ചു. സംഭാഷണം സാവധാനം ഉച്ചത്തിലുള്ള കൂർക്കമലിക്ക് വഴിമാറി. പാഴ്സി ആനയ്ക്ക് കാവൽ നിന്നു. ഒരു വൻമരത്തോട് ചേർന്നുകൊണ്ട് കിയൂണിയും മയങ്ങി. ഇടയ്ക്കിടെ പുലികളുടെ ഗർജനവും വാനരന്മാരുടെ ചിലക്കിലും കേട്ടെങ്കിലും അതൊന്നും അവരുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയില്ല. രാവിലെ 6 മണിക്ക് അവർ വീണ്ടും യാത്രയാരംഭിച്ചു. വൈകുന്നേരത്തോടെ അലഹബാദിലെത്താൻ കഴിയുമെന്ന് പാഴ്സി പ്രതീക്ഷിച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ ഒഴിവാക്കി തുറന്ന ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഇടയ്ക്ക് ഒരു വാഴത്തോട്ടത്തിൽ നിന്ന് മധുരമുള്ള വാഴപ്പഴങ്ങൾ അവർ മതിയാവോളം കഴിച്ചു. ഏതാണ്ട് 2 മണിയോടെ ഒരു നിബിഡ വനത്തിൽ അവർ പ്രവേശിച്ചു. വനത്തിന്റെ മറപറ്റി യാത്ര ചെയ്യുകയായിരുന്നു അവരുടെ ലക്ഷ്യം. തടസ്സമൊന്നും കൂടാതെ അവർ യാത്രയുടെ അവസാന ഭാഗത്തെത്താറായിരുന്നു. 4 മണിയോടെ അസ്വസ്ഥത പ്രകടിപ്പിച്ച കിയൂണി പെട്ടെന്ന് നടപ്പ് നിർത്തി ഒരിടത്തു നിന്നു. പിച്ചള തകിടിന്മേൽ കൊട്ടുന്ന ശബ്ദത്തിന്റെ അകമ്പടിയോടെ കടന്നുവന്ന മനുഷ്യ ശബ്ദങ്ങൾ കേട്ടാണ് കിയൂണി നടപ്പ് നിർത്തിയത്. ബ്രാഹ്മണരുടെ ഒരു ഘോഷയാത്ര വരുന്നതാണെന്ന് പാപ്പാൻ പറഞ്ഞു. ആനയെ സ്വതന്ത്രനാക്കി ഒരു കുറ്റിക്കാട്ടിലേക്ക് നീക്കി നിർത്തി. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ എല്ലാവരോടുമായി അയാൾ പറഞ്ഞു. നിബിഡമായ ഇലച്ചാർത്തിൽ അവർ മറഞ്ഞിരുന്നു. പൊരുത്തപ്പെടാത്ത മനുഷ്യ ശബ്ദങ്ങൾ. പിച്ചള തകിടിന്റെ താളം. പെരുമ്പറയുടെയും ഇലത്താളത്തിന്റെയും അകമ്പടിയോടെ തേനീച്ചയുടെ മൂളൽ പോലുള്ള പാട്ട്. നീണ്ട ലേസുള്ള കുപ്പായം ധരിച്ച പൂജാരികളെയാണ് അവർ ആദ്യം കണ്ടത്. അകമ്പടിയായി കുട്ടികളും സ്ത്രീ പുരുഷന്മാരുമായി ഒരു വലിയ ജനക്കൂട്ടം. അവർ വിഷാദാത്മകമായ ഏതോ കീർത്തനം ആലപിക്കുന്നു. ചുറ്റിപ്പിണഞ്ഞ പാമ്പുകളുടെ ചിത്രമുള്ള ഒരു രഥം 4 കാളുകൾ വലിച്ചുകൊണ്ട് പിന്നിലായി വരുന്നു. 4 കൈകളും ചുവന്ന ശരീരവും പാറിപ്പറന്ന മുടിയും മുന്നോട്ട് ചാടിയ ദംഷ്ട്രകളും ക്ഷീണിച്ച കണ്ണുകളും മുറുക്കി ചൂപ്പിച്ച പോലെ ചുവന്ന ചുണ്ടുകളുമുള്ള ഒരു ഭയാനക സ്ത്രീ പ്രതിമ താഴെ വീണുകിടക്കുന്ന തലയില്ലാത്ത ഒരു രാക്ഷസന്റെ മേൽ കാലെടുത്ത് വെച്ചുകൊണ്ട് ആ രഥത്തിന്മേൽ നിന്നു. അത് കാളിയാണ്, സ്നേഹത്തിൻ്റെയും മരണത്തിൻ്റെയും ദേവത, സർ ഫ്രാൻസിസ് പറഞ്ഞു. അത് ശരിക്കും മരണത്തിൻ്റെ ദേവത തന്നെ, പാസ്പ്രാറ്റ് പറഞ്ഞു. ഈ വൃത്തികെട്ട രൂപത്തിനൊരിക്കലും മരണത്തിൻ്റെ ദേവതയാകാനാകില്ല. പാഴ്സി അവരോട് നിശബ്ദരായിരിക്കാൻ ആംഗ്യം കാണിച്ചു. വൃദ്ധരായ ഏതാനും സന്യാസിമാർ ആ പ്രതിമയ്ക്ക് ചുറ്റും തുള്ളിച്ചാടിക്കൊണ്ട് വന്യമായ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവരുടെ ശരീരമാസകലം ചെറിയ മുറിവുകളിൽ നിന്ന് രക്തം കിനിയുന്നുണ്ടായിരുന്നു. പൗരസ്ത്യ രീതിയിൽ ശരീരം മുഴുവൻ മറച്ചിരുന്ന ഏതാനും ബ്രാഹ്മണർ ഒരു യുവതിയെ നയിച്ചു കൊണ്ടുവരുന്നത് അവർ കണ്ടു. ഓരോ ചൂട് വയ്ക്കുമ്പോഴും ആ യുവതി വേച്ചു വീഴാൻ തുടങ്ങുന്നതുപോലെ. അവൾ തീരെ ചെറുപ്പമായിരുന്നു.
യൂറോപ്യന്മാരെ പോലെ വെളുത്ത നിറമുള്ളവൾ. അവളുടെ കഴുത്തിലും തോളിലും ചെവിയിലും കൈത്തണ്ടയിലും കൈപ്പത്തിയിലും കാൽവിരലുകളിലുമെല്ലാം രത്നങ്ങളും മുത്തുകളും പതിപ്പിച്ച ആഭരണങ്ങൾ. സ്വർണ്ണക്കരയുള്ള വസ്ത്രവും കനം കുറഞ്ഞ മസ്ലിൻ മേൽക്കുപ്പായവും അവളുടെ ശരീര അളവുകൾ എടുത്തു കാണിച്ചു. യുവതിയെ അനുഗമിച്ചിരുന്ന യുവാക്കൾ ഉറയൂരിയ വാളുകളും കൈത്തോക്കുകളും ധരിച്ചിരുന്നു. വളരെ പ്രൗഢിയോടെ രാജവസ്ത്രങ്ങൾ അണിയിച്ചിരുന്ന ഒരു വൃദ്ധന്റെ ജഡം പല്ലകിൽ. സ്വർണത്തിലും പട്ടിലും തീർത്ത കുപ്പായവും വജ്രക്കല്ലുകൾ തുന്നിപ്പിടിപ്പിച്ച കാശ്മീർ ശിരോവസ്ത്രവും ഒരു ഹിന്ദു രാജാവിന്റെ തിളങ്ങുന്ന ആയുധങ്ങളുമെല്ലാം ആ മൃതദേഹത്തെ ധരിപ്പിച്ചിരുന്നു. പല്ലക്കിന് പിറകിലായി വാദ്യമേളക്കാരും ചാടിത്തുള്ളി അലറി വിളിക്കുന്ന ഫക്കീർമാരും നീങ്ങി. ദുഃഖഭാരത്തോടെ ആ ഘോഷയാത്ര വീക്ഷിച്ചിരുന്ന സർ ഫ്രാൻസിസ് പാഴ്സിയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, അത് സതിയാണ്. ഘോഷയാത്ര സാവധാനം വനാന്തർ ഭാഗത്ത് മറിഞ്ഞു. പാട്ടും ബഹളവുമെല്ലാം കേൾക്കാതെയായി. എന്താണ് സതി? ഫോഗ് സർ ഫ്രാൻസിസിനോട് ചോദിച്ചു. സതി എന്നാൽ സ്വമേധയുള്ള ജീവത്യാഗം. ഇപ്പോൾ നമ്മൾ കണ്ട ആ യുവതിയെ നാളെ അവളുടെ ഭർത്താവിൻ്റെ ചിതയിൽ അയാളോടൊപ്പം ജീവനോടെ ദഹിപ്പിക്കും. ഹോ, എന്തൊരു തെമ്മാടിത്തരം! പാസ് പാർട്ടുവിന് ദേഷ്യമടക്കാനായില്ല. അപ്പോൾ ആ മൃതദേഹമോ? അതവളുടെ ഭർത്താവായിരുന്ന രാജാവിൻ്റേതാണ്. അയാൾ ബുദ്ധൽഗഡിലെ ഒരു സ്വതന്ത്ര നാട്ടുരാജാവാണ്. ഈ വക സംസ്കാരഹീനമായ കാര്യങ്ങൾക്ക് തടയിടാൻ ഇംഗ്ലീഷുകാർക്ക് കഴിയുന്നില്ലേ? ഇമാതിരി ജീവത്യാഗങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടക്കുന്നില്ല, സർ ഫ്രാൻസിസ് തുടർന്നു. പക്ഷേ ബുദ്ധൽഗഡ് പോലെയുള്ള കാട്ടാള പ്രദേശത്ത് ഇംഗ്ലീഷുകാർക്ക് യാതൊരു അധികാരവുമില്ല. വിന്ധ്യന് വടക്കുള്ള ജില്ല ഏതാണ്ട് മുഴുവനായി തന്നെ കൊലകളുടെയും കൊള്ളകളുടെയും കേന്ദ്രമാണെന്ന് പറയാം. പാവം സ്ത്രീ, ജീവനോടെ ദഹിക്കപ്പെടാൻ പോകുന്നവൾ, പാസ്പ്രാറ്റു പരിതപിച്ചു. അതെ, ജീവനോടെ ദഹിപ്പിക്കപ്പെടും. എതിർത്താൽ അതിലും ക്രൂരമായ പീഡനങ്ങളാണ് അവളെ കാത്തിരിക്കുന്നത്. ബന്ധുക്കൾ അവളുടെ തല മുണ്ടനം ചെയ്യും. നാമമാത്രമായ ആഹാരമേ നൽകൂ. അവളെ വൃത്തികെട്ട ജീവിയായി സമൂഹം കാണും. ഏതെങ്കിലും കോണിൽ കിടന്ന് ഒടുവിൽ തെരുവു പട്ടിയെപ്പോലെ പുഴുത്തു ചാകാനാകും അവളുടെ വിധി. ഭർത്തൃസ്നേഹമോ മതപരമായ ഭ്രാന്തോ എന്നതിനേക്കാൾ അത്തരമൊരു ഭീതിതമായ ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ് അവരെ ജീവത്യാഗത്തിന് പ്രേരിപ്പിക്കുന്നത്. വളരെ അപൂർവമായി മാത്രം സ്വന്തം മനസ്സാലെ ജീവത്യാഗങ്ങളും നടക്കാറുണ്ട്. പാഴ്സി ഇടയ്ക്ക് കയറി പറഞ്ഞു, നാളെ നടക്കാൻ പോകുന്ന ജീവത്യാഗം എന്തായാലും അങ്ങനെയുള്ളതല്ല, തീർച്ച. പക്ഷേ ആ സാധു അതിനെ എതിർക്കുന്നതായി തോന്നുന്നില്ലല്ലോ, സർ ഫ്രാൻസിസ് പറഞ്ഞു. ഓപ്യവും മറ്റും നൽകി അവളെ മയക്കിയിട്ടിരിക്കുകയാണ്. അവർ അവളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? പിലാജിയിലുള്ള പഗോഡ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ നിന്നങ്ങോട്ട് 2 മൈൽ ദൂരമുണ്ട്. ഇന്ന് രാത്രി അവർ അവിടെ കഴിച്ചുകൂട്ടും. അപ്പോൾ സതി നടക്കുന്നതോ? നാളെ അതിരാവിലെ. ആനയെ പുറത്തു കൊണ്ടുവന്ന് പാഴ്സി അതിൻ്റെ പുറത്തു കയറി. കിയോണിനെ മുന്നോട്ട് നയിക്കാൻ തുടങ്ങിയതും ഫോഗ് അയാളെ തടഞ്ഞു. സർ ഫ്രാൻസിസിന്റെ നേരെ തിരിഞ്ഞ് ഫോഗ് പറഞ്ഞു, നമുക്ക് ആ സ്ത്രീയെ രക്ഷിച്ചാലോ? ഹേ, അവളെ രക്ഷിക്കാനോ മിസ്റ്റർ ഫോഗ്? എനിക്ക് ചെലവാക്കാൻ 12 മണിക്കൂർ മിച്ചമുണ്ട്. അത് ഞാൻ ഈ കാര്യത്തിനായി നീക്കിവെക്കുന്നു. നിങ്ങൾ ശരിക്കും ഹൃദയാലുവായ ഒരു മനുഷ്യൻ തന്നെ. ചിലപ്പോൾ, ഫോഗ് പറഞ്ഞു, എനിക്ക് സമയമുള്ളപ്പോൾ. അവരുടെ പദ്ധതി ഏറെ ദുഷ്കരമായിരുന്നു. ഫോഗ് തൻ്റെ ജീവനും സ്വാതന്ത്ര്യവും ഒരുപക്ഷെ ഈ യാത്രയുടെ വിജയം പോലും അപകടത്തിലാക്കാൻ പോവുകയാണ്. പക്ഷേ ഫോഗ് ഒട്ടും ചാഞ്ചല്യം കാണിച്ചില്ല. സർ ഫ്രാൻസിസിന്റെ പൂർണ്ണ പിന്തുണയും ഫോഗിനുണ്ടായിരുന്നു. പാസ്പ്രാറ്റു ആകട്ടെ എന്തിനും തയ്യാറായിരുന്നു. തൻ്റെ യജമാന്റെ ആശയം അയാൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. ആ തണുപ്പൻ പ്രതലത്തിനിടയിൽ ഒരു തുടിക്കുന്ന ഹൃദയവും ആത്മാവും പാസ്പ്രാറ്റു കണ്ടു. അയാൾ ഫീലിയസ് ഫോഗിനെ സ്നേഹിച്ചു തുടങ്ങുകയാണ്. പാഴ്സിയായ പാപ്പാന്റെ മനോഭാവം കൂടി അറിയേണ്ടിയിരുന്നു. സർ ഫ്രാൻസിസ് പാഴ്സിയുടെ അഭിപ്രായം ആരാഞ്ഞു. ഞാനൊരു പാഴ്സിയാണ്, ആ സ്ത്രീയും പാഴ്സി തന്നെ.
നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പാഴ്സി തൻ്റെ പിന്തുണ അറിയിച്ചു. വളരെ നന്നായി, ഫോഗ് പറഞ്ഞു. നമ്മൾ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഈ കളിക്കിറങ്ങുന്നത്. പിടിക്കപ്പെട്ടാൽ നരകയാതനയായിരിക്കും അനുഭവിക്കേണ്ടി വരിക, പാപ്പാൻ ഓർമ്മിപ്പിച്ചു. അത് നമ്മൾ മുൻകൂട്ടി കണ്ടതാണല്ലോ, ഫോഗ് പറഞ്ഞു. നമ്മൾ പണി തുടങ്ങുന്നത് രാത്രിയായതിനു ശേഷം മതി. അതാണ് നല്ലത്, പാഴ്സി ശരിവെച്ചു. ആ യുവതി പേരുകെട്ട സുന്ദരിയും ബോംബെയിലെ സമ്പന്നയായ പാഴ്സി വ്യാപാരിയുടെ മകളുമാണെന്ന് പാപ്പാൻ പറഞ്ഞു. നഗരത്തിൽ ഏറ്റവും നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ അവളുടെ പേര് ആവ്ദ എന്നാണ്. അനാഥയായി പോയ അവളെ ഇഷ്ടത്തിനെതിരായി ബുദ്ധൽഗഡിലെ ഒരു വൃദ്ധനായ രാജാവാണ് വിവാഹം കഴിച്ചത്. രാജാവിൻ്റെ മരണത്തെ തുടർന്ന് തൻ്റെ ദുർവിധി മനസ്സിലാക്കിയ അവൾ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടുകയും വീണ്ടും പിടിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. രാജാവിൻ്റെ ബന്ധുക്കൾ അവളെ ബലി അർപ്പിക്കാതെ അടങ്ങില്ലെന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. അവൾക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും കാണുന്നില്ല. 6 മണിക്ക് ശേഷം സന്ധ്യയായപ്പോൾ അവർ പഗോഡയ്ക്ക് ചുറ്റും നിരീക്ഷണം നടത്തി. ഫക്കീർമാരുടെ അലർച്ച അവസാനിച്ചിരുന്നു. പുരുഷന്മാർ ദ്രവരൂപത്തിലുള്ള ഓപ്പിയം കഴിച്ച് ഉന്മത്തരായി തുടങ്ങി. അവരുടെ ഇടയിൽ കൂടി ക്ഷേത്രത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയാലും അവർ അറിയാനിടയില്ല. പാപ്പാൻ പാഴ്സിയുടെ നേതൃത്വത്തിൽ അവർ വനത്തിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് 10 നിമിഷം കൊണ്ട് ഒരു ചെറുതോടിൻ്റെ കരയിലെത്തി. അവിടെ പന്തങ്ങളുടെ പ്രകാശത്തിൽ വിറക് കൊണ്ടുള്ള ചിതയിന്മേൽ രാജാവിൻ്റെ മൃതദേഹം കിടത്തിയിട്ടുണ്ട്. ആ ചിതയോടൊപ്പം ആവുദയും എരിക്കാനാണ് അവരുടെ ഉദ്ദേശം. പഗോഡയിലേക്ക് ചിതയിൽ നിന്ന് 100 അടിയോളം ദൂരമേ ഉള്ളൂ. വനാതിർത്തിയിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള തുറസായ സ്ഥലത്ത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമായി നിരവധി പേർ നിരന്നു കിടക്കുന്നത് കണ്ടു. രാജാവിൻ്റെ കാവൽക്കാർ കത്തിച്ച പന്തങ്ങളുമായി ക്ഷേത്രവാതിലുകൾക്ക് കാവലുണ്ട്. കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അകത്ത് പൂജാരിമാരും ഉണർന്നിരിപ്പുണ്ടാകുമെന്ന് അവർ കണക്കുകൂട്ടി. മുന്നോട്ടു പോകാനാവില്ലെന്നറിഞ്ഞ പാഴ്സിയും അയാളോടൊപ്പം മറ്റുള്ളവരും പിൻവാങ്ങി. ഫോഗും സർ ഫ്രാൻസിസും ഗൗരവത്തോടെ സംസാരിക്കുകയാണ്. ഇപ്പോൾ 8 മണിയായതേ ഉള്ളൂ. ഈ കാവൽക്കാരും ഉറങ്ങാൻ പോയേക്കും, ബ്രിഗേഡിയർ പറഞ്ഞു. അതിന് സാധ്യതയുണ്ട്, ഫോഗ് പിന്താങ്ങി. അവർ ഒരു മരത്തിൻ്റെ ചൂട്ടിൽ കാത്തിരുന്നു. കാവൽക്കാർ ഉറങ്ങുന്ന ലക്ഷണം കണ്ടില്ല. പഗോഡയുടെ ഭിത്തി തുളയ്ക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി തുടങ്ങി. ആവ്ദയുടെ സമീപം പൂജാരികൾ കാവലിരിപ്പുണ്ടോ ഇല്ലയോ എന്നും അറിയേണ്ടതുണ്ട്. താൻ അത് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പാഴ്സി മുന്നോട്ട് നീങ്ങി. മറ്റുള്ളവരും പിന്തുടർന്നു. അവർ ക്ഷേത്രത്തിന്റെ പിന്നിലെത്തി. ഭാഗ്യവശാൽ ക്ഷേത്രഭിത്തി ഇഷ്ടികയും തടിയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഭേദിക്കാൻ പ്രയാസം കുറവ്. ഒരു ഇഷ്ടിക എടുത്താൽ ബാക്കിയുള്ളവ എടുക്കുക എളുപ്പമാണ്. ഒരു വശത്ത് പാഴ്സിയും മറുവശത്ത് പാസ് പ്രാറ്റവും നിന്നുകൊണ്ട് ഇഷ്ടിക ഇളക്കി തുടങ്ങി. 2 അടിയോളം വീതിയിൽ ഒരു ദ്വാരം ശരിയാക്കി. പെട്ടെന്ന് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. പിന്നാലെ പുറത്തുനിന്ന് ഏറെ നിലവിളികൾ കേൾക്കാനായി. പാസ് പ്രാറ്റവും പാഴ്സിയും പെട്ടെന്ന് നിന്നു. അവർ വേഗം കാട്ടിലൊളിച്ച് വീണ്ടും കാത്തിരുന്നു. പക്ഷേ ഇപ്പോൾ കാവൽക്കാർ ക്ഷേത്രത്തിന് പിന്നിലെത്തി അവിടെ നിലയുറപ്പിച്ചു. ഫോഗിന്റെയും കൂട്ടരുടെയും നിരാശ അവർണ്ണനീയം. അവർക്കിനി ഇരയുടെ അടുത്തെത്താനാവില്ല. എങ്ങനെയാണ് അവളെ രക്ഷിക്കുക? ഇനി നമുക്ക് തിരിച്ചു പോവുകയല്ലാതെ ഒന്നും ചെയ്യാനില്ല, സർ ഫ്രാൻസിസ് അഭിപ്രായപ്പെട്ടു. നിൽക്കൂ, ഫോഗ് പറഞ്ഞു. എനിക്ക് അലഹബാദിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പായി എത്തിയാൽ മതി. പക്ഷേ നിങ്ങൾക്കെന്ത് ചെയ്യാനാകും, സർ ഫ്രാൻസിസ് ചോദിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രഭാതമാകും. അപ്പോഴോ? ഇപ്പോൾ നഷ്ടപ്പെട്ടതായി തോന്നുന്ന അവസരം ഒരുപക്ഷെ അവസാന നിമിഷമാകും നമ്മുടെ മുൻപിലെത്തുക. അല്പം ചിന്തിച്ചതിന് ശേഷം ഈ ഭീകര നാടകത്തിന്റെ അവസാനം വരെ കാത്തു നിൽക്കാമെന്ന് സർ ഫ്രാൻസിസും സമ്മതിച്ചു. ഉറങ്ങുന്ന ജനക്കൂട്ടത്തെ കാണത്തക്കവണ്ണം സൗകര്യപ്രദമായ ഒരു സ്ഥാനത്ത് അവർ നിലയുറപ്പിച്ചു. ഒരു മരത്തിന്റെ താഴത്തെ ചില്ലയിൽ കയറിയിരുന്ന പാസ്പ്രാറ്റുവിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. മിന്നൽ പോലെ വന്ന ആ ആശയം
സാവധാനം അയാളുടെ മനസ്സിലുറച്ചു. ഒരു പാമ്പിന്റെ മെയ് വഴക്കത്തോടെ അയാൾ താഴത്തെ ശാഖയിലേക്ക് ഊർന്നു ചെന്നു. അതേതാണ്ട് നിലമുട്ടയാണ് ചാഞ്ഞുകിടന്നിരുന്നത്. മണിക്കൂറുകൾ നീങ്ങി. പ്രഭാതം മെല്ലെ പൊട്ടിവിടരുകയായി. പെരുമ്പറകൾ മുഴങ്ങി. പാട്ടും കരച്ചിലും ഉയർന്നു. പഗോഡയുടെ കതകുകൾ തുറക്കപ്പെട്ടു. അകത്തുനിന്നു വന്ന പ്രകാശത്തിൽ ഫോഗും സർ ഫ്രാൻസിസും ആദ്യമായി ഇരയെ കണ്ടു. അവൾ തന്റെ ആരാച്ചരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി തോന്നി. സർ ഫ്രാൻസിസിന്റെ ഹൃദയം പിടിച്ചു. അദ്ദേഹം ഫോഗിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഫോഗിന്റെ കയ്യിൽ ഉറയൂരിയ ഒരു കത്തിയുണ്ട്. ജനക്കൂട്ടം നീങ്ങാൻ ആരംഭിച്ചു. യുവതി വീണ്ടും മോഹാലസ്യപ്പെടുന്നതായി തോന്നി. മയക്കുമരുന്നിന്റെ പുക ശ്വസിച്ചതാവും കാരണം. മതപരമായ വന്യശബ്ദങ്ങളുമായി അകമ്പടി സേവിച്ചിരുന്ന ഫക്കീർമാരുടെ ഇടയിലാണ് അവളിപ്പോൾ. ജനക്കൂട്ടത്തിന് പിന്നിലായി ഫീലിയസ് ഫോഗും കൂട്ടരും മുന്നോട്ട് നീങ്ങി. 2 നിമിഷത്തിനകം അരുവിക്കരയിലെത്തിയ അവർ ചിതയിൽ നിന്ന് 50 ചുവടോളം അകലെയായി നിന്നു. അബോധാവസ്ഥയിലായിരുന്ന യുവതിയെ രാജാവിന്റെ മൃതദേഹത്തോടൊപ്പം ചിതയിൽ കിടത്തിയിരിക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ അവർ കണ്ടു. എണ്ണയൊഴിച്ചിരുന്ന ചിതയ്ക്ക് ഒരു പന്തം കൊണ്ട് തീ കൊളുത്തപ്പെട്ടു. ചിതയിലേക്ക് പായാനാഞ്ഞ ഫോഗിനെ ബ്രിഗേഡിയറും പാഴ്സിയും കൂടി പിന്നോട്ട് പിടിച്ചു വലിച്ചു. പക്ഷെ അദ്ദേഹം അവരെ തള്ളി നീക്കി. പെട്ടെന്ന് രംഗമാകെ മാറി. ഭീതിജനകമായ ഒരു രോദനമുയർന്നു. ജനക്കൂട്ടമാകെ പേടിച്ച് വിറച്ച് നിലത്ത് വീണു. മരിച്ച രാജാവത തന്റെ ഭാര്യയെ കയ്യിലെടുത്തുകൊണ്ട് ചിതമേൽ എഴുന്നേറ്റ് നിൽക്കുന്നു. സാവധാനം ആ പുകമറയിലൂടെ തന്റെ ഭാര്യയെ എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രേതത്തെ പോലെ ചിതയ്ക്ക് വെളിയിൽ വന്നു. ഫക്കീർമാരും പൂജാരിമാരും യോദ്ധാക്കളുമെല്ലാം തല പൊക്കാനുള്ള ധൈര്യമില്ലാതെ നിലം പറ്റെ തലയും താഴ്ത്തിക്കിടന്നു. അബോധാവസ്ഥയിൽ കിടന്ന യുവതിയെയും കൊണ്ട് അതിനെ എടുത്തിരുന്നാൾ നടന്നു നീങ്ങി. ഉയർത്തെഴുന്നേറ്റ രാജാവ് ഫോഗിന്റെയും സർ ഫ്രാൻസിസിന്റെയും പാഴ്സിയുടെയും അടുത്തു വന്ന് മന്ത്രിച്ചു. വരൂ, വേഗം പോകാം. പുകയ്ക്കുള്ളിലൂടെ ചിതമേൽ കയറി യുവതിയെ കൊണ്ട് പുറത്തു വന്നയാൾ പാസ്പ്രാറ്റു അല്ലാതെ മറ്റാരുമായിരുന്നില്ല. തങ്ങി നിന്നിരുന്ന ഇരുട്ടിന്റെ നേരിയ പടലം യുവതിയെ രക്ഷിക്കാൻ അയാളെ സഹായിച്ചു. പേടിച്ചരണ്ടിരുന്ന ജനക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ സാഹസികമായി അയാൾ യുവതിയുമായി നടന്നു നീങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ 5 പേരും വനത്തിനുള്ളിൽ മറഞ്ഞു. അവർ അതിവേഗം യാത്ര തുടർന്നു. പിന്നിൽ അലമുറയും ബഹളവും. ഒരു തീഗോളം ഫീലിയസ് ഫോഗിന്റെ തൊപ്പിക്കരികിലൂടെ പാഞ്ഞുപോയി. അവരുടെ തന്ത്രം ജനക്കൂട്ടത്തിന് മനസ്സിലായി കഴിഞ്ഞു. മൃതനായ രാജാവിന്റെ ജഡം ചിതമേൽ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യുവതിയെ തട്ടിക്കൊണ്ടുപോയതായി പൂജാരിമാർക്ക് മനസ്സിലായി. അവർ യോദ്ധാക്കളുടെ അകമ്പടിയോടെ വനത്തിലേക്ക് പാഞ്ഞു. യോദ്ധാക്കൾ ഉതിർത്ത വെടിയുണ്ടയാണ് ഫോഗിനെ കടന്നുപോയത്. പക്ഷേ ഫോഗും കൂട്ടരും തങ്ങളുടെ വേഗത കൂട്ടി. താമസിയാതെ വെടിയുണ്ടകൾക്കും അമ്പുകൾക്കും എത്തിപ്പിടിക്കാനാകാത്ത അകലത്തിൽ അവർ എത്തിച്ചേർന്നു. എല്ലാം ഭംഗിയായി തന്നെ പൂർത്തിയായി. തന്റെ വിജയമോർത്ത് പാസ്പ്രാറ്റു കുലുങ്ങി ചിരിച്ചുകൊണ്ടിരുന്നു. സർ ഫ്രാൻസിസ് പാസ്പ്രാറ്റുവിന്റെ കൈ അഭിനന്ദനപൂർവ്വം പിടിച്ചമർത്തി. നന്നായി ചെയ്തു, ഫോഗ് സ്നേഹപൂർവ്വം പാസ്പ്രാറ്റുവിനോട് പറഞ്ഞു. ഫോഗിൽ നിന്നായതിനാൽ അത് ഉയർന്ന പ്രശംസ തന്നെയായിരുന്നു. വിജയത്തിന്റെ ബഹുമതി മുഴുവൻ ഫോഗിനുള്ളതെന്നായിരുന്നു പാസ്പ്രാറ്റുവിന്റെ വിനീതമായ മറുപടി. തനിക്കൊരു വിചിത്രമായ ആശയം തോന്നി എന്നത് ശരിയാണ്. അതോർത്ത് പാസ്പ്രാറ്റു വീണ്ടും നിർത്താതെ ചിരിച്ചു. മുൻ ജിംനാസ്റ്റും മുൻ സാർജന്റുമായ പാസ്പ്രാറ്റു സുന്ദരിയായ ഒരു യുവതിയുടെ ഭർത്താവായ ബഹുമാന്യനും സുഗന്ധലേപനം പൂശിയവനുമായ ഒരു രാജാവായി മാറുക. ആ ഇന്ത്യൻ യുവതിയാകട്ടെ അബോധാവസ്ഥയിൽ നിന്ന് മോചിതയായിട്ടുമില്ല. ഒരു പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി അവൾ അപ്പോഴും കിയൂണിയുടെ പാർശ്വത്തിലെ ഒരു മഞ്ചലിൽ ഉറക്കമായിരുന്നു. പാഴ്സിയുടെ സമർത്ഥമായ നിയന്ത്രണത്തിൽ കിയൂണി ഇരുണ്ട വനത്തിലൂടെ അതിവേഗമാണ് നീങ്ങിയത്. വിശാലമായ ഒരു സമതലം കടന്നവർ 7 മണിയോടെ ചെറു വിശ്രമത്തിനായി നിന്നു. യുവതി അപ്പോഴും ലഹരിയുടെ പിടിയിലായിരുന്നു.
പാഴ്സി അവളെ അല്പം ബ്രാൻഡിയും വെള്ളവും കുടിപ്പിച്ചെങ്കിലും ആലസ്യം തുടർന്നു തന്നെ നിന്നു. കഞ്ചാവ് പുക മൂലമുള്ള ലഹരിയുടെ മയക്കം വൈകാതെ മാറുമെന്ന് സർ ഫ്രാൻസിസ് പറഞ്ഞു. പക്ഷേ അവളുടെ ഭാവിയെപ്പറ്റി അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. ആവുത ഇന്ത്യയിൽ തങ്ങാനിടയായാൽ വീണ്ടും അവൾ ശത്രുക്കളുടെ കയ്യിൽപ്പെടും എന്ന് അദ്ദേഹം ഫോഗിനോട് പറഞ്ഞു. ഇന്ത്യ മുഴുവൻ ഇത്തരം മതഭ്രാന്തന്മാരുണ്ടാകുമെന്നും ഫോഗിനെ ഓർമ്മിപ്പിച്ചു. ഇന്ത്യ വിടുന്നതാണ് അവളുടെ സുരക്ഷയ്ക്കുള്ള ഏകമാർഗം. അക്കാര്യത്തെപ്പറ്റി താൻ ചിന്തിക്കാമെന്ന് ഫോഗ് ഉറപ്പു നൽകി. 10 മണിയോടെ അവർ അലഹബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തി. 24 മണിക്കൂറിനുള്ളിൽ ട്രെയിൻ മാർഗം അവർ കൽക്കട്ടയിലെത്തും. പിറ്റേന്ന്, അതായത് ഒക്ടോബർ 25-ാം തീയതി ഉച്ചയ്ക്ക് കൽക്കട്ടയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പുറപ്പെടുന്ന കപ്പൽ ഫോഗിന് ലഭിക്കുമെന്നുറപ്പായി. ആവത വെയിറ്റിംഗ് റൂമിൽ വിശ്രമിച്ചു. പാസ്പ്രാറ്റുവിനെ വിട്ട് അവൾക്കാവശ്യമായ ടോയ്ലറ്റ് സാധനങ്ങൾ, ഷാൾ, കമ്പിളി തുടങ്ങിയവയൊക്കെ ഫോഗ് വാങ്ങി. സാവധാനം ആവത മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിതയായി തുടങ്ങി. അവളുടെ ഭംഗിയുള്ള കണ്ണുകളിൽ മൃദുല ഭാവങ്ങൾ മടങ്ങി വന്നു. അവൾ അതിസുന്ദരിയായിരുന്നു. ശുദ്ധമായ ഇംഗ്ലീഷാണ് അവൾ സംസാരിച്ചിരുന്നത്. പാഴ്സി പറഞ്ഞതുപോലെ അവൾ വളർന്നത് കുലീന സാഹചര്യങ്ങളിലായിരിക്കണം. ട്രെയിൻ അലഹബാദിൽ നിന്ന് വിടാറായി. പറഞ്ഞുറപ്പിച്ചിരുന്ന തുക മാത്രം ഫോഗ് കൃത്യമായി പാഴ്സിക്ക് നൽകി. പാസ്പ്രാറ്റുവിനത് അത്ഭുതമായിരുന്നു. കാരണം ഫോഗ് അയാളോട് ആ യാത്രയിൽ പല വിധത്തിലും അയാളുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ പേരിൽ കടപ്പെടുകയുണ്ടായിട്ടുണ്ട്. പിലാജിയിലെ സംഭവത്തിൽ പാഴ്സി സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് കളിച്ചത്. പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ അയാൾ വധിക്കപ്പെടുമായിരുന്നു. കിയൂണിയെയും ഫോഗിന് കൈയൊഴിയേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഫോഗ് ചില തീരുമാനങ്ങളെടുത്തു. പാഴ്സി, ഫോഗ് തുടർന്നു, നിങ്ങൾ സേവന മനസ്ഥിതിയും അർപ്പണബോധവും കാട്ടി. നിങ്ങളുടെ സേവനത്തിന് ഞാൻ പ്രതിഫലം തന്നു കഴിഞ്ഞു. പക്ഷേ താങ്കളുടെ അർപ്പണബോധത്തിന് ഞാൻ ഒന്നും തന്നെ നൽകിയില്ല. താങ്കൾ കിയൂണിയെ തിരികെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവൻ ഇനി മുതൽ നിങ്ങളുടേതാണ്. പാഴ്സിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അങ്ങ് എനിക്കൊരു മഹാഭാഗ്യമാണ് നൽകുന്നത്, അയാൾ പറഞ്ഞു. അവനെ സ്വീകരിക്കൂ സുഹൃത്തെ, ഫോഗ് പറഞ്ഞു. എങ്കിൽ പോലും ഇനിയും ഞാൻ താങ്കൾക്ക് കടപ്പെട്ടിരിക്കുന്നു. വളരെ നന്നായി, പാസ്പ്രാറ്റ് പറഞ്ഞു. അവനെ വാങ്ങൂ സുഹൃത്തെ. കിയൂണി വിശ്വസ്തനും ധീരനുമാണ്. കിയൂണിയുടെ അടുത്തേക്ക് ചെന്ന് പാസ്പ്രാറ്റ് അവന് ശർക്കര കഷ്ണങ്ങൾ കൊടുത്തു. കിയൂണി നന്ദിയും സ്നേഹവും നിറഞ്ഞ സ്വരത്തിൽ ചെറുതായൊന്ന് മുരണ്ടു. പാസ്പ്രാറ്റുവിൻ്റെ അരയിൽ തുമ്പിക്കൈ ചുറ്റി അയാളെ തൻ്റെ തലപ്പൊക്കമുയർത്തി. പാസ്പ്രാറ്റു തെല്ലും പേടിച്ചില്ല. അയാൾ കിയൂണിയെ സ്നേഹപൂർവ്വം തലോടി. കിയൂണി മൃദുവായി അയാളെ തിരികെ നിലത്തു കൊണ്ടുവന്ന് നിർത്തി. ഫോഗും ബ്രിഗേഡിയറും പാസ്പ്രാറ്റുവും ആവുതയും കയറിയ ട്രെയിൻ ബനാറസ് ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി. ആവുത സാവധാനം പൂർണ്ണബോധം വീണ്ടെടുത്തു. പാശ്ചാത്യ വേഷത്തിൽ അപരിചിതരോടൊപ്പം തന്നെ കണ്ട ആവുതയ്ക്ക് അത്ഭുതമടക്കാനായില്ല. ക്ഷീണമകറ്റാൻ അവർ അവൾക്കൽപ്പം മദ്യം നൽകി. സാവധാനം സർ ഫ്രാൻസിസ് കഥ മുഴുവൻ അവളോട് പറഞ്ഞു. ഫോഗ് നിശബ്ദനായിരുന്നു. പാസ്പ്രാറ്റ് അപ്പോഴും തൻ്റെ പങ്കിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതത്ര പറയാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. ആവുത വാക്കുകളേക്കാൾ ഉപരി കണ്ണീരോടെ തൻ്റെ രക്ഷകർക്ക് നന്ദി പറഞ്ഞു. അവളുടെ ചുണ്ടുകളേക്കാൾ അവളുടെ സുന്ദരമായ കണ്ണുകളാണ് നന്ദി പറഞ്ഞത്. താൻ കടന്നു പോന്ന ഭീകര രംഗങ്ങൾ മനസ്സിൽ വീണ്ടും തെളിഞ്ഞപ്പോൾ അവൾ ഞെട്ടിവിറച്ചു. ആവുതയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണെന്ന് ഫോഗിന് മനസ്സിലായി. അവളുടെ കൂടെ ഹോങ്കോങ് വരെ ചെന്ന് അവളെ സുരക്ഷിത താവളത്തിലെത്തിക്കാമെന്ന് ഫോഗ് അവൾക്ക് വാക്കുകൊടുത്തു. അവൾ നന്ദിയോടെ ആ സഹായ വാഗ്ദാനം സ്വീകരിച്ചു. ഹോങ്കോങ്ങിൽ തന്റെ ബന്ധുവായ ഒരു പാഴ്സി വ്യാപാരി ഉണ്ടെന്ന് അവൾ പറഞ്ഞു. 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം 80 കിലോമീറ്റർ താണ്ടി ട്രെയിൻ 12:30 ബനാറസിലെത്തി. സർ ഫ്രാൻസിസിന്റെ മിലിറ്ററി സ്റ്റേഷൻ ബനാറസിൽ നിന്ന് മൈലുകൾ മാത്രം അകലെയായിരുന്നു. ഫോഗ് സ്നേഹപൂർവ്വം ബ്രിഗേഡിയറുടെ കൈത്തലം തൻ്റെ കൈകളിൽ അമർത്തി.
ആവുതിയുമായുള്ള അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ കൂടുതൽ വികാരഭരിതമായിരുന്നു. പാസ്പ്രാറ്റുവിന് ഹൃദ്യമായ ഒരു ഹസ്തദാനവും നൽകിയാണ് അദ്ദേഹം വിടവാങ്ങിയത്. ബനാറസ് ട്രെയിനിന് കുറേ സമയം ഗംഗാ തടത്തിലൂടെയാണ് യാത്ര. ബീഹാറിലെ മലകളും ബാർലി, ഗോതമ്പ്, ധാന്യയിടങ്ങളും പച്ച നിറമുള്ള ചീങ്കണ്ണികൾ ജീവിക്കുന്ന വനങ്ങളും വൃത്തിയുള്ള ഗ്രാമങ്ങളും അവർ യാത്രയിൽ കണ്ടു. ഗംഗാ നദിയിൽ കളിക്കുന്ന ആനകളും കൂട്ടത്തോടെ ഗംഗാ സ്നാനം നടത്തുന്ന ഭക്തരും. കാഴ്ചകളെല്ലാം മിന്നിമറയുന്നു. ബീഹാറിലെ പൗരാണിക രാജാക്കന്മാരുടെ കോട്ടയും ഗാസിപൂരിലെ പനിനീർ ഫാക്ടറികളും കോൺവാലിസ് പ്രഭുവിൻ്റെ ശവകുടീരവും കോട്ടകളാൽ ചുറ്റപ്പെട്ട ബക്സർ പട്ടണവും ഓപ്പിയം വിപണന കേന്ദ്രമായ പാറ്റ്നയും ഇരുമ്പ് ഉപകരണ ഫാക്ടറികൾ പുകതുപ്പുന്ന യൂറോപ്യൻ സ്വഭാവമുള്ള മോങ്കീറും എല്ലാം മിന്നായം പോലെ കാഴ്ചയിൽ വന്നു മറഞ്ഞു. രാത്രിയായി. കടുവകളുടെയും കരടികളുടെയും ചെന്നായ്ക്കളുടെയും ഒക്കെ അലർച്ചയും ഓരിയിടലും. അതിവേഗം ട്രെയിൻ മുന്നോട്ട് പാഞ്ഞു. ബംഗാളിലെയും മുർഷിദാബാദിലെയും ഗോൽക്കൊണ്ടയിലെയും ഹൗറിലെയും ബർദാനിലെയും ഹുഗ്ലിയിലെയും മനോഹാരിതകൾ ഇരുട്ടവരുടെ കാഴ്ചയിൽ നിന്ന് മറച്ചു പിടിച്ചു. രാവിലെ 7 മണിക്ക് അവർ കൽക്കട്ടയിലെത്തി. ജേണൽ പ്രകാരം ഒക്ടോബർ 25 തന്നെയാണ് കൽക്കട്ടയിൽ എത്തേണ്ടിയിരുന്നത്. ലണ്ടനും ബോംബെയ്ക്കുമിടയിൽ ലാഭം കിട്ടിയ 2 ദിവസം ഇന്ത്യയിൽ നഷ്ടമായി. പക്ഷേ ഫോഗ് അതോർത്ത് നിരാശപ്പെട്ടില്ല. ട്രെയിൻ കൽക്കട്ട സ്റ്റേഷനിലെത്തി. പാസ്പ്രാറ്റു ആദ്യം ചാടിയിറങ്ങി. പിന്നാലെ ഫോഗും അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ആവുതയും പുറത്തേക്ക് വന്നു. ഉടൻ തന്നെ ഹോങ്കോങ്ങിലേക്കുള്ള കപ്പലിലെത്താൻ ഫോഗ് തിടുക്കപ്പെട്ടു. അവർ സ്റ്റേഷന് പുറത്തു വന്നയുടൻ ഒരു പോലീസുകാരൻ വന്ന് ഫോഗിൻ്റെ പേര് ചോദിച്ചു. തുടർന്ന് അവരോട് അയാളോടൊപ്പം ചെല്ലാൻ ആവശ്യപ്പെട്ടു. 2 കുതിരകളെ പൂട്ടിയ വണ്ടിയിലേക്ക് അവർ ആനയിക്കപ്പെട്ടു. ഒരു സാധാരണ വീടിൻ്റെ മുമ്പിൽ കുതിരവണ്ടി നിന്നു. ജനാലകളുള്ള ഒരു മുറിയിലേക്ക് അവരെ നയിച്ചു. നിങ്ങൾ ജഡ്ജി ഒബാദയുടെ മുമ്പിൽ 8:30 ഹാജരാകണം. അത് പറഞ്ഞ് വാതിലടച്ച് പോലീസുകാരൻ പുറത്തേക്ക് പോയി. തന്നെ രക്ഷിച്ചതിന് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് ആവുത് വിചാരിച്ചു. സർ, നിങ്ങൾ എന്നെ എൻ്റെ വിധിക്ക് വിട്ടേക്കുക, ആവുത ഫോഗിനോട് പറഞ്ഞു. എന്നെ പ്രതിയാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, എന്നെ രക്ഷിച്ചതിനെ ചൊല്ലി. പക്ഷേ ആവുതയെ വിട്ടുപോകാൻ ഫോഗ് ഒരുക്കമല്ല. പറഞ്ഞത് പ്രകാരം ഹോങ്കോങ് വരെ അവരെ അനുഗമിക്കാൻ തന്നെയാണ് ഫോഗിൻ്റെ തീരുമാനം. പക്ഷേ കപ്പൽ ഉച്ചയ്ക്ക് തന്നെ പുറപ്പെടും, പാസ്പ്രാറ്റു ഓർമ്മിപ്പിച്ചു. നമ്മൾ ഉച്ചയോടെ കപ്പലിലെത്തിയിരിക്കും, ലാഘവത്തോടെ ഫോഗ് പറഞ്ഞു. 8:30 വാതിൽ തുറക്കപ്പെട്ടു. അവരെ കോടതി മുറിയിലേക്ക് വിളിപ്പിച്ചു. നാട്ടുകാരും യൂറോപ്യന്മാരുമായ ഏതാനും പേർ അവിടെ ഹാജരുണ്ടായിരുന്നു. മജിസ്ട്രേറ്റിനും ക്ലർക്കിനും മുമ്പിലായി ഒരു ബെഞ്ചിൽ ഫോഗും കൂട്ടരും സ്ഥാനം പിടിച്ചു. ജഡ്ജി ഒബാദിയ ക്ലർക്കിൻ്റെ അകമ്പടിയോടെ പ്രവേശിച്ചു. ജഡ്ജിയുടെ കൽപ്പന പ്രകാരം ഒരു വാതിൽ തുറക്കപ്പെട്ടു. 3 പൂജാരികൾ അതുവഴി കോടതി മുറിയിൽ പ്രവേശിച്ചു. അവരും ജഡ്ജിയുടെ മുന്നിൽ ആസനസ്ഥരായി. ഫോഗിനും ബ്രിത്തിനുമെതിരെ മതനിന്ദ എന്ന ആരോപണം ക്ലർക്ക് വായിച്ചു കേൾപ്പിച്ചു. ബ്രാഹ്മണ മതം പാവനമായി കരുതുന്ന സ്ഥലത്തിൻ്റെ വിശുദ്ധി അവർ നഷ്ടപ്പെടുത്തിയെന്നാണ് ആരോപണം. പില്ലാജി ക്ഷേത്രത്തിലെ സംഭവങ്ങളാണ് ആരോപണങ്ങൾക്ക് അടിസ്ഥാനമെന്നാണ് ഫോഗും കൂട്ടരും വിചാരിച്ചത്. പക്ഷേ ബോംബെയിൽ മലബാർ ഹില്ലെ ക്ഷേത്രത്തിൽ ഷൂസ് ഇട്ട് പാസ്പ്രാറ്റു പ്രവേശിച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളായിരുന്നു ആരോപണത്തിന് അടിസ്ഥാനം. തെളിവായി ഷൂസുകളും ഹാജരാക്കിയിട്ടുണ്ട്. ഫിക്സിൻ്റെ പദ്ധതികളായിരുന്നു ഇതെല്ലാം. ഫോഗിൻ്റെ യാത്ര വൈകിപ്പിക്കാനാണ് അയാളുടെ ശ്രമം. ഇമാതിരി കുറ്റങ്ങൾക്ക് ബ്രിട്ടീഷ് സർക്കാർ കനത്ത ശിക്ഷ നൽകാറുണ്ട്. പൂജാരികളെ പ്രേരിപ്പിച്ച് കൽക്കട്ടയിലേക്ക് അയച്ചത് ഫിക്സ് ആയിരുന്നു. നല്ല തുക നഷ്ടപരിഹാരമായി കിട്ടുമെന്നും ഫിക്സ് അവരെ ധരിപ്പിച്ചിരുന്നു. ആവതയെ രക്ഷിക്കാനുള്ള ശ്രമം മൂലമുണ്ടായ താമസം കാരണം ഫിക്സും കൂട്ടരും ഫോഗിന് മുമ്പായി കൽക്കട്ടയിലെത്തി. ഫോഗ് റൂട്ട് മാറി തെക്കൻ പ്രവിശ്യകളിലേക്ക് രക്ഷപ്പെട്ട് കാണുമോ എന്ന് ഫിക്സ് സംശയിച്ചു. എങ്കിലും 24 മണിക്കൂറോളം ഫിക്സ് റെയിൽവേ സ്റ്റേഷനിൽ ഫോഗിനെ കാത്തുനിന്നു. അവസാനം ഫിക്സ് ഫോഗിനെ കണ്ടെത്തി. പക്ഷേ കൂടെ ഒരു യുവതിയെ ഫിക്സ് പ്രതീക്ഷിച്ചിരുന്നില്ല.
ഫിക്സ് പെട്ടെന്നൊരു പോലീസുകാരനെ വിവരമറിയിക്കുകയും അയാൾ അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. ഫോഗിനെ അറസ്റ്റ് ചെയ്യാൻ ലണ്ടനിൽ നിന്നുള്ള വാറന്റ് കൽക്കട്ടയിലും എത്തിയിരുന്നില്ല. പാസ്പ്രാറ്റു കുറ്റം സമ്മതിച്ചു. 15 ദിവസത്തെ തടവും 300 പൗണ്ടുമായിരുന്നു പിഴ വിധിച്ചത്. ബ്രിത്തിന്റെ തെറ്റിന് യജമാന്യം ഉത്തരവാദിയായതിനാൽ ഫോഗിന് ഒരാഴ്ച തടവും 150 പൗണ്ട് പിഴയും ശിക്ഷ ലഭിച്ചു. ഇതുകൊണ്ടൊന്നും ഫോഗ് കുലുങ്ങിയില്ല. ജാമ്യം നൽകാമെന്ന് ഫോഗ് ജഡ്ജിയോട് സമ്മതിച്ചു. 1000 പൗണ്ട് വീതം ജാമ്യത്തിൽ ജഡ്ജി അവരെ പോകാൻ അനുവദിച്ചു. ഫോഗ് അപ്പോൾ തന്നെ കോടതി ക്ലർക്കിന്റെ പക്കൽ പിഴ അടച്ചു. പോകും മുമ്പ് ഷൂസുകൾ പാസ്പ്രാറ്റുവിന് തിരികെ നൽകി. ഓരോന്നിനും 1000 പൗണ്ട് വീതമാണ് വില. അയാൾ ഉള്ളിൽ പറഞ്ഞു. ആവത ഫോഗിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. പിന്നാലെ തല കുമ്പിട്ട് പാസ്പ്രാറ്റുവും. ഒരു കുതിരവണ്ടി പിടിച്ച് അവർ തുറമുഖത്തെത്തി. റംഗൂൺ എന്നു പേരുള്ള കപ്പൽ തീരത്ത് നിന്ന് 1/2 കിലോമീറ്റർ അകലെയാണ് നങ്കൂരമിട്ടിരുന്നത്. പായ്മരത്തുമ്പത്ത് കപ്പൽ പുറപ്പെടാനുള്ള അടയാളം ഉയർന്നിരുന്നു. ക്ലോക്കിൽ മണി 11 അടിച്ചു. ഒരു ബോട്ടിൽ കപ്പലിലേക്ക് പോകുന്ന ഫോഗിനെ കണ്ട് ഫിക്സ് നിരാശനായി. തെമ്മാടി, കടന്നു കളഞ്ഞു. അയാൾ ആത്മഹത്യം ചെയ്തു. 2000 പൗണ്ട് പോയി കിട്ടി. ഒരു കള്ളനെപ്പോലെ ധൂർത്തനാണ് ഇയാൾ. ഇക്കണക്കിന് പോയാൽ അയാളുടെ കയ്യിലുള്ള പണം ഉടനെ തീരും. ഏതായാലും ലോകത്തിന്റെ അറ്റം വരെ ഞാൻ അയാളെ പിന്തുടരും. എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവലിന്റെ 2ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.